ഹായ്, നല്ല ചിരിക്കണി. ഇങ്ങോട്ട് നോക്കി, ഇനി ഞാൻ ചെറിയൊരു സൂത്രം കാണിച്ചു തരാം. ഇതാണ് ബാബാജി. നീയാണോ? അതെ, ഞാനാണ്. ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ, ബെസ്റ്റ്. നാണിച്ചടുത്ത ജില്ലയിൽ പോയല്ലേ അവൻ. അതിസുന്ദരൻ. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ആ, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. സൈഡിൽ നിന്നൊരു വിജയടൊക്കെ ഉണ്ട്. നിന്റെ പെടലിക്ക് എന്നെ പോലെ ഒരാളിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആർക്കും. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? നിനക്ക് എങ്ങനെടേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ? കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യം അല്ലേ? വെരി ഹൈ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ അത് ഇദ്ദേഹമാണെന്ന് സത്യമാണോ ഹംസേ? എനിക്കറിയില്ല. ഞാൻ തിരിച്ചറിഞ്ഞു. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? ഒന്ന് നിർത്ത്. അപ്പോൾ ഈ വീരപുരുഷനെ എന്നെയോ? പൊന്നു ഇങ്ങ വന്നേ കോടീശ്വര, ഇങ്ങ വന്നേ. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. നാട്ടിലൊക്കെ നോമിന് നല്ല പേരാ. എന്ത് കേസ് വന്നാലും നോമിന്റെ തലയില. നല്ല മനോഹരമായ ദിനങ്ങളായിരുന്നു. ബാബുസ്വാമി, എനിക്ക് ഇൻകം ഫ്രീ ആണ്. എന്റെ ഔട്ട് ഗോയിങ് എന്താണാവോ കടവുളെ. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. മുഖത്ത് എഴുതി വെച്ചിരിക്കണു. ചിലപ്പോ എനിക്ക് തത്സമയാന്ന് തോന്നുന്നു. ഞാൻ ഡിയാർപ്പിക്കും. അപ്പോഴാ ഇത്രയേ ഉള്ളൂ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇത്രയൊക്കെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. ഒത്തിരി ഇഷ്ടായിട്ടോ. ഒട്ടനെ അത് മിക്കവാറും തോന്നിക്കൊള്ളാം. ഏത് ദുർഘടഘട്ടത്തിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ അപ്പോ ഈ കടമ്പ എങ്ങനെ കിടക്കണമെന്ന് എനിക്ക് ഒരു പിടിയില്ല വൈര.